ഫ്രണ്ട്സ്, ഹിസ്റ്ററി ഓഫ് മൈ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് ക്ലാസ് 9 SSലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ് വരെ നോക്കിയത് മഗധയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വരെയാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മഗധയിൽ നിന്ന് മൗര്യ രാജ്യത്തിലേക്ക്. മഗധയിൽ വിവിധ രാജവംശങ്ങൾ ഭരണം നടത്തിയിരുന്നു. അവയിൽ നന്ദവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി BC 321 ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ രാജ്യം എന്ത് ചെയ്തു? സ്ഥാപിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൗര്യ രാജ്യത്തെ പറ്റിയാണ്. Chandragupta Maurya defeated Dhanananda, the last ruler of Nanda dynasty, in 321 BC and founded the Maurya kingdom. ഇവിടെ ഈ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് മനോഹരമായ വലിയ നഗരമാണ്. ഈ നഗരത്തെ ചുറ്റി വലിയൊരു മതിലുണ്ട്. ഇതിന് 64 പ്രവേശന കവാടങ്ങൾ, ധാരാളം ഗോപുരങ്ങളും ഉണ്ട്. 2-3 നിലകളുള്ള വീടുകൾ നിർമ്മിച്ചിരിക്കുന്ന മരവും ചെളിക്കട്ടകളും ഉപയോഗിച്ചാണ്. രാജാവിന്റെ കൊട്ടാരവും മരം കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് മൗര്യ രാജ്യത്തിന്റെ തലസ്ഥാനമായ പാടലിപുത്ര വിസിറ്റ് ചെയ്ത മെഗസ്തീൻസ്, അതായത് മെഗസ്തീൻസ് എന്ന് പറയുന്ന ഗ്രീക്ക് സഞ്ചാരി, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. കൗടില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം, അശോക ചക്രവർത്തി ലിഖിതങ്ങൾ, അക്കാലത്ത് പ്രചാരത്തിലുണ്ടായ നാണയങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് മൗര്യ രാജ്യത്തിന്റെ ചരിത്ര പഠനത്തിന് സഹായിക്കുന്നു. ാണ് അർത്ഥശാസ്ത്രം, സപ്താംഗ സിദ്ധാന്തവും. മൗര്യ രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര രേഖയായിട്ടാണ് എന്തിനെ കാണുന്നത്? കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രം. മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിന്റെ മേൽനോട്ടക്കാരൻ തലവനായിരുന്ന R ശ്യാമശാസ്ത്രിക്ക് തഞ്ചാവൂരിലെ ഒരു പണ്ഡിതിൽ നിന്നുമാണ് ഈ അർത്ഥശാസ്ത്രത്തെ എന്ത് ലഭിക്കുന്നത്? കയ്യെഴുത്തു പ്രതി ലഭിച്ചത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? 1907 ശ്യാമശാസ്ത്രി ഇത് പ്രസിദ്ധീകരിച്ചു. 15 അധ്യായങ്ങളാണ് ഈ ഒരു അർത്ഥശാസ്ത്ര കൃതിക്ക് ഉണ്ടായിരുന്നത്. 7 ഘടകങ്ങളിൽ അഥവാ സപ്തങ്ങളിൽ ഊന്നിയാണ് ഒരു രാജ്യം നിൽക്കുന്നതെന്ന് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നു. എന്താണ് പറയുന്നത്? 7 ഘടകങ്ങൾ അഥവാ സപ്തങ്ങളിൽ ഊന്നിയാണ് ഒരു രാജ്യം നിൽക്കുന്നത് എന്നാണ് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. ആ 7 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സ്വാമി, അമാത്യൻ, ജനപദം, ദുർഗം, കോശം, ദണ്ഡ, മിത്ര. സ്വാമി എന്ന് പറയുന്ന രാജാവ്, അമാത്യർ മന്ത്രിമാർ, ജനപദം ഭൂമേഖലയും ജനങ്ങളും, ദുർഗം കോട്ട കെട്ടി സംരക്ഷിച്ച സ്ഥലം, കോശം ഖജനാവ്, ദണ്ഡ നീതിന്യായം, മിത്ര സൗഹൃദ രാജ്യങ്ങൾ. മൗര്യ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് അശോക ചക്രവർത്തി. ഇദ്ദേഹം എന്ത് ചെയ്ത്? യുദ്ധത്തിലുള്ള കലിംഗ രാജ്യം കീഴടക്കി. ഈ ഒരു കലിംഗ രാജ്യം കീഴടക്കിയതോടുകൂടി മൗര്യ രാജ്യം കുറച്ചുകൂടെ വിശാലമായി എക്സ്പാൻഡ് ചെയ്തു. കലിംഗ പിടിച്ചെടുത്തതിന് ശേഷം അശോക ചക്രവർത്തി യുദ്ധങ്ങൾ ഉപേക്ഷിച്ചതായാണ് ലിഖിതങ്ങളിൽ പറയുന്നത്. അശോക ലിഖിതങ്ങൾ. അശോക ചക്രവർത്തിയുടെ ധാരാളം ശിലാലിഖിതങ്ങൾ ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എന്താണ് ശിലാലിഖിതങ്ങൾ എന്ന് പറയുന്നത്? പാറകൾ, വലിയ കല്ലുകൾ അല്ലെങ്കിൽ കൽത്തൂണുകൾ എന്നിവയിൽ കൊത്തിവെച്ചിട്ടുള്ള എഴുത്തുകൾ എന്നാണ് ശിലാലിഖിതങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. പഴയ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ തങ്ങളുടെ കൽപ്പനകൾ, നേട്ടങ്ങൾ, സന്ദേശങ്ങൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവ ദീർഘകാലം നശിക്കാതെ സൂക്ഷിക്കുവാൻ വേണ്ടിയുമാണ് ഇത്തരം ശിലാലിഖിതങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി എന്തായിരിക്കും അശോക ലിഖിതങ്ങൾ എന്ന് പറയുന്നത്? എന്തായിരിക്കും? അശോക ചക്രവർത്തിയുടെ സന്ദേശങ്ങളും കൽപ്പനകളും അടങ്ങിയിട്ടുള്ള ലിഖിതങ്ങളെയാണ് എന്ത് പറയുന്നത്? അശോക ലിഖിതങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബ്രാഹ്മി, ഖരോഷ്ടി, അരാമിക് ലിപികളിലാണ് ഇവ കൂടുതലും രചിച്ചിട്ടുള്ളത്. അശോക ലിഖിതങ്ങൾ ആദ്യമായി വായിച്ചത് 1838 ബ്രിട്ടീഷുകാരനായ ജെയിംസ് പ്രിൻസപ്പ് ആണ്. അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം ലിഖിതങ്ങൾ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ എന്നാണ് രാജാവിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ കർണാടകയിലെ മാസെ, ഉദ്ദേകകുളം, നിട്ടൂർ എന്നിവിടങ്ങളിലെ ലിഖിതങ്ങളിൽ അശോക എന്ന പേര് കാണാം. ആധുനിക ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ലിഖിത ഭാഷകളും ബ്രാഹ്മി ലിപിയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ്? ആധുനിക ഈ മോഡേൺ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മിക്കവാറും ലിഖിത ഭാഷകളും ബ്രാഹ്മി ലിപിയിൽ നിന്ന് രൂപപ്പെട്ടതാണ്.
മൗര്യ രാജ്യത്തിന് ശക്തമായ ഒരു സൈനിക സേന ഉണ്ടായിരുന്നു. ഈ ഒരു സൈനിക സേനയെ അല്ലെങ്കിൽ ഒരു സൈനിക പടയെ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാലാൾപ്പട, കുതിരപ്പട, തേര്, ഗജസേന, നാവികസേന എന്നിവയായിരുന്നു അവ. സൈനിക ഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നത് 30 അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പ്, ഒരു സമിതിയായിരുന്നു. തന്റെ പ്രജകൾ, തന്റെ ജനങ്ങൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്തുന്നതിനു വേണ്ടി അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ അശോകധർമ്മ എന്നറിയപ്പെട്ടു. അതായത് തന്റെ പ്രജകൾക്കിടയിൽ സമാധാനവും പരസ്പരം കൂട്ടായ്മയൊക്കെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അശോക ചക്രവർത്തി മുൻപോട്ട് വെച്ച ആശയങ്ങൾ അശോകധർമ്മ എന്ന് അറിയപ്പെട്ടു. ഇവിടെ കൊടുത്തിട്ടുള്ള അശോകധർമ്മയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഫസ്റ്റ് വൺ, മറ്റ് മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക. മുതിർന്നവരെയും ഗുരുക്കന്മാരെയും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. വിശാലമായ രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണം നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ യോജിപ്പിച്ച് നിർത്തുന്നതിനും വേണ്ടിയുള്ള നയമായിരുന്നു അശോകധർമ്മ എന്ന് പ്രമുഖ ചരിത്രകാരിയായ റോമില താപ്പാർ ഇവിടെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ആദ്യകാല നാണയങ്ങളായിരുന്നു. ഇവ അറിയപ്പെട്ടിരുന്ന പേര് മുദ്രാങ്കിത നാണയം, അതായത് പഞ്ച് മാർക്ഡ് കോയിൻസ്. വെള്ളിയിലും ചെമ്പിലുമാണ് ഇവ പ്രധാനമായി നിർമ്മിച്ചിരുന്നത്. കച്ചവടത്തിനായി ഈ ഒരു കാലഘട്ടത്തിൽ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവാണിത്. കടൽ, കര, നദി എന്നീ മാർഗത്തിലൂടെയാണ് പ്രധാനമായും ആ ഒരു കാലഘട്ടത്തിൽ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത്. ധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, ലോഹം തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട കച്ചവട വസ്തുക്കൾ. കൂടാതെ തന്നെ അക്കാലത്തെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള സേത്ത്, സാത്തവാഹകർ എന്ന പദങ്ങൾ കച്ചവടക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂപടം നിരീക്ഷിച്ച് ഏതൊക്കെ പ്രദേശങ്ങളിലൂടെയാണ് കച്ചവടം നടന്നതെന്ന് കണ്ടെത്തി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഭൂപടം കാണാനായിട്ട് കഴിയും. ഇത് പുരാതന ഇന്ത്യയിലെ കരവ്യാപാര പാതകളുടെ ഭൂപടമാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള ആ ചുവന്ന വരകൾ എന്ന് പറയുന്ന വ്യാപാരികൾ സഞ്ചരിച്ചിരുന്ന കരവഴികളാണ്. ഈ വഴികളിലൂടെ പ്രധാന വ്യാപാരികൾ ഒരു നഗരത്തിൽ നിന്ന് സാധനങ്ങൾ മറ്റൊരു നഗരത്തിലേക്ക് കൊണ്ടുപോയിരുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ: തക്ഷശില, പാടലിപുത്ര, ഉജ്ജയിനി, ബ്രോച്ച്, താമ്രലിപ്തി ആൻഡ് സുവർണഗിരി. അതായത് ഒരു വ്യാപാരി എന്ത് ചെയ്യുന്നു? അയാൾ തൻ്റെ യാത്ര തക്ഷശിലയിൽ നിന്ന് ആരംഭിച്ച് പാടലിപുത്ര, ഉജ്ജയിനി, ബ്രോച്ച് എന്നിവിടങ്ങളിലേക്ക് കരവഴിയിലൂടെ സഞ്ചരിച്ച് സാധനങ്ങൾ വിൽക്കുകയും അതോടൊപ്പം വാങ്ങുകയും ചെയ്തിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതായിരുന്നു ശരിക്കും അന്ന് അവിടെ ആ ഒരു കാലഘട്ടം നടന്നിരുന്നത്. അത് ഈ ഒരു പ്രദേശങ്ങളിൽ പ്രധാനമായും കച്ചവട മാർഗത്തിന് വ്യാപാരികൾ ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും. ഇങ്ങനത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.